പ്രജിത്, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. യെസ്, എവിടെ നിന്നാണ് വരുന്നത്? കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ കുഞ്ഞിമംഗലം എന്ന സ്ഥലത്ത് വരും. ഓക്കെ. എന്ത് ചെയ്യുന്നു? ഞാൻ ബിസിനസ് MRF ടയറിന്റെ പിലാത്ര ചുമട് താങ്ങിൽ MRF ടയറിന്റെ ഡീലറാണ്. അതെ അതെ. ഓക്കെ. യെസ്, അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് പെർഫോം ചെയ്യുന്നത്? ഇന്ന് കുറച്ച് സ്റ്റാർസ് ആണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മലയാളത്തിന്റെ സകലകലാ വല്ലഭൻ ശ്രീ നെടുവേണി സാറിന്റെ ശബ്ദത്തിൽ നമുക്ക് അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. എന്താ തനിക്ക് മാത്രമേ വാശി പാടുള്ളൂ? അവളൊരു ഗതിയില്ലാത്തവന്റെ മോളായതുകൊണ്ട് നാണവും മാനവും പാടില്ലെന്ന? എല്ലാം എല്ലാം എത്രയോ കാലമായി ഞാൻ എൻ്റെ മോളെക്കുറിച്ച് കണ്ട സ്വപ്നങ്ങൾ മുഴുവൻ ചവിട്ടി അരച്ച് കളഞ്ഞില്ലടോ താൻ. എന്നിട്ട് താൻ എന്ത് നേടിയടോ നീലകണ്ഠ? തൻ്റെ ധാർഷ്ട്യം അഴിച്ചു മാറ്റിയ ആ ചെലങ്കയിൽ ഓരോ മണികളും ആ കുട്ടിയുടെ എത്രയോ കാലത്തെ കണ്ണീര് കൊണ്ട് ഒപ്പിയെടുത്താണെന്നറിയോ തനിക്ക്? അറിയില്ല. അതറിയണമെങ്കിൽ ദേ ഇതിനകത്ത് 3 അക്ഷരമുള്ള ഒരു വസ്തു വേണം. നെക്സ്റ്റ് നമ്മുടെ അഭിനയകലയുടെ പെരുന്തച്ഛനായ തിലകൻ സാറിന്റെ ഇന്ത്യൻ റുപ്പി എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗ്. അർക്കാരമന്തവാരേശു ക്രിയതേ നാദിശോഭന. വിശന്നു വലഞ്ഞു കയറി വന്ന എനിക്ക് അറിഞ്ഞാഹാരം തരാൻ തയ്യാറായി ഈ പെൺകുട്ടിയുടെ മനസ്സുണ്ടല്ലോ, അതാടോ തനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വില കൂടിയ സ്ത്രീധനം. കൈ നിറയെ കൊടുക്കുന്ന സ്ത്രീധനത്തിന്റെ പേരിലല്ല, ഇതുപോലെ ഉറച്ച ശബ്ദത്തിൽ കൊടുക്കുന്ന വാക്കുകളുടെ പേരിലാണ്. ഒരു പെൺകുട്ടിക്ക് സുരക്ഷ ഫീൽ ചെയ്യുക. വരട്ടെ, നല്ലത് വരും. നമ്മുടെ മലയാള സിനിമയിൽ ശബ്ദം കൊണ്ട് ഉയരം കൊണ്ട് എന്നും മുൻപന്തിയിൽ ഒരു താരമാണ് ക്യാപ്റ്റൻ രാജു സാർ. അദ്ദേഹത്തിന്റെ അവസാനകാല ചിത്രത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ശബ്ദം കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പവനായി 91. മാധവനുണ്ണി, എടോ തനിക്കും തന്റെ അനിയന്മാർക്കും വേണ്ടി ഞാൻ ഒരു ഗ്ലോറിഫൈസ് കൗണ്ടറിന്റെ വായിരിക്കുന്ന മുഴുവൻ കേട്ടിട്ട് വരികയാണ്. കേൾക്കാതിരിക്കാൻ കഴിയില്ല. എന്റെ സുപ്പീരിയസും നാട് ഭരിക്കുന്ന മന്ത്രിയും ചുറ്റിലുണ്ട്. മമ്പടം ബാബിയുടെ ഡിക്ഷണറിയിലെ അസഭ്യ വാക്കുകൾ തീർന്നാൽ ഓർമ്മപ്പെടുത്താൻ. എന്നാലും ഈ മാധവനുണ്ണിയുടെ കൂടെ എന്നും ഇലിയാസ് ഉണ്ടാവും. വരട്ടെ. വിളിച്ചത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ മനസ്സിലായി. നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ സിംഹഗർജനം അമരീഷ് പുരി സാറിന്റെ ശബ്ദം. अरे मिस्टर शिवाजी राव, अरे पहले अपने आंकड़े साफ करो, बात में बात करो. अरे तुम ऐसी बातें करके मुझे फंसाना चाहता हूँ? अरे नहीं, ऐसा नहीं हो सकता है. गोवर्धन सरकारी जंगलों में से आती है, उनमें कीड़े मकोड़े भी हो सकती है, चुपकले भी हो सकती है, हाथी भी हो सकता है, लेकिन उनमें जहर नहीं होता. ये लो खा लो, कुत्ता कहेंगा. ഗോവർദ്ധൻ വിളിക്കുന്ന ആ സാധനം ഉണ്ടോ? അത് കറക്റ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഹിന്ദി സിനിമയിലെ മറ്റൊരു ഗർജനം എന്നൊക്കെ പറയാം, എന്നാലും സുനിൽ ഷെട്ടി സാറിന്റെ ശബ്ദം. मर गई जब तुमने मुझे छोड़ा, मैं तो जीत गया, लेकिन मैं जिंदा रहा. हर पल हर लम्हा तुम्हें याद करके जिंदा रहा. अंजलि, तुम्हें मैं बहुत प्यार करता है ना. अंजलि, तुमसे मैं बहुत प्यार करता है ना. നെക്സ്റ്റ് ഓപ്പറേഷൻ ജാവ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ ഇർഷാദ് അതുപോലെ വിനായകൻ, അവർ രണ്ടുപേരുടെ ഒരു കോംബോ. 2 ബോയ്സ്. രാമനാഥ, വീഡിയോ ഡീറ്റെയിൽ ആയി പരിശോധിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതിലുള്ളത് ജാനകിയാണെന്ന് അവര് പറയുന്നത്. അതെങ്ങനെ സാറേ അവളാകുന്നത്? ഇതവളല്ല സാറ്, എനിക്കറിയാം അവൾ ആരാണ് എന്താണെന്നൊക്കെ. ഏതോ പാമ്പിടിച്ച കൊച്ചിനെ പറ്റിച്ചുണ്ടാക്കിയ വീഡിയോ ആണിത്, വേറെ ആരല്ല. സ്വന്തം കൂട്ടുകാരൻ തന്നെയാണ് പറഞ്ഞു തന്നത്. രാമനാഥന്റെ ഭാര്യയുടെ തുണ്ടറിങ്ങിന്ന്. ഞങ്ങളുടെയൊക്കെ ഗതികേട് ലോകത്തിന്റെ വൈറൽ സാറേ. ഇനിയും എന്തെങ്കിലും? ഇനി മതി, ഇനി പോരെ, എന്നെ കൊന്നിട്ടേ നിങ്ങൾ അടങ്ങുള്ളൂന്നാണ്. ബൈചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ടുണ്ടായിരുന്നു. ചെറിയ കാര്യമല്ല, നല്ല കഴിവ് വേണം, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ബൈജു ഏട്ടന്റെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. ഇപ്പൊ ഞാൻ മിമിക്രി കൊണ്ട് കുറെ കൊല്ലമായില്ലേ, പ്രേക്ഷകരെന്റെ കുറെ കാലങ്ങളായിട്ട് എന്റെ സ്ഥിരം ഐറ്റങ്ങൾ കാണുന്നുണ്ടാവും. പക്ഷെ സിനിമയിൽ ചിലപ്പോ എന്റെ മിമിക്രി ഏറ്റവും കൂടുതൽ എന്റെ തുടക്കകാലത്ത് കേട്ടിട്ടുള്ള ഒരാൾ ബൈജു ഏട്ടനായിരിക്കും. ഷൂട്ടിംഗ് ഉണ്ടാവാറുണ്ടല്ലോ, അടുപ്പിച്ച് സിനിമകൾ ഉണ്ടായിരുന്ന സമയത്ത് അരമന വീട് 500 രാത്രി ആയി കഴിഞ്ഞാല്
നസീറിന്റെ കലാപ്രകടനമാണ് രാത്രി ഒരു ദിവസം ഒരു 25 പ്രാവശ്യമൊക്കെ ഞാൻ കാണിക്കേണ്ട വന്ന അവസ്ഥകളുണ്ട്. ഞാൻ വെറുതെ അതിശക്തി പറഞ്ഞില്ല. കാര്യം ബൈജേട്ടന്റെ ഫ്രണ്ട്സ് വരും, അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ വരും. ഓരോ ഇപ്പൊ പുതിയ സിനിമാക്കാരാണെങ്കിലും ഞങ്ങളുടെ റൂമിൽ വരുമ്പോഴത്തേക്കിന് കേട്ടിട്ടില്ലേ മിമിക്രി, അയ്യോ തള്ളേ കേൾക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇതൊന്ന് കാണിക്കരുത്. പിന്നെ ഞാൻ നിന്ന് കാണിക്കരുത് തന്നെ. പക്ഷെ അത്രയധികം നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ച് നമ്മളുടെ ഉള്ളിലുള്ള നമ്മുടെ പുറത്തുള്ള ആൾക്കാർ കാണണമെന്ന് ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് പിന്നെ നന്നായിരുന്നു. പ്രജിത്തിന്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു പറയുകയാണെങ്കിൽ ഒരു ഇപ്പൊ ഈ ഇർഷാദിന്റെ ഒക്കെ ശബ്ദം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്ത് കേൾക്കുന്നത്. ഒബ്സർവേഷൻ നല്ലതാണ്. നന്നായിരുന്നു പ്രജിത്ത്, ഇതായിരുന്നു. എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തോന്നിയതെന്നറിയോ, ക്യാപ്റ്റൻ രാജചന്ദ്രൻ. രാജചന്ദ്രൻ അല്ല, എല്ലാം ഒരുവിധം എല്ലാം നന്നായിരുന്നു. അതാണല്ലോ ഡബ് ചെയ്യാൻ വിളിച്ചതല്ലേ. തിലകൻ ചേട്ടന്റെ ഒക്കെ ഉഗ്രം വോയിസ് ആണ്. തിലകൻ ചേട്ടന് ചെയ്തെല്ലാം പെർഫെക്ഷൻ ഉള്ള വോയിസ് ആണ്. ഉസ്താദ് ഹോട്ടലിന്റെ ആണ് കൂടുതലും ചെയ്യാൻ. നിങ്ങൾക്ക് ഞാൻ താങ്കൾ ഈ വേദി വന്നപ്പോൾ ഞാൻ ബൈജേട്ടന് പറയായിരുന്നു, ബിജു മേനോന്റെ എവിടെയോ ഒരു പഴയ കാലം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്യും, ഭയങ്കര രസമായിരിക്കും. ചെയ്യുമ്പോൾ ആ ഷേപ്പും ഒക്കെ കിട്ടും. പിന്നെ സിദ്ദിഖായ ചെയ്യുമ്പോഴും ആ ഒരു മാൻഡ്രസും ഒക്കെ ഉണ്ടല്ലേ. ഡയറക്ട് സിദ്ദിഖായ ചെയ്ത ഏതാണ്ട് ആ ഒരു ചെറുപ്പം ഫീൽ ചെയ്യും. സിദ്ദിഖയുടെ ഒക്കെ സൗണ്ട് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് ഈ കണ്ണൂരും കൊച്ചിയും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ ഉള്ള ചെറിയ വേരിയേഷനൊക്കെ ഉള്ളു. ഇടയ്ക്കൊന്ന് കണ്ണൂർ വഴി ഇത് കിടക്കുന്നുണ്ട് കേട്ടോ. മറക്കാൻ പാടില്ലല്ലോ. കൊച്ചിയിലൊക്കെ വന്നാലും നമ്മളൊന്ന് ഇടയ്ക്കൊരു കണ്ണൂരൊന്ന് ടച്ച് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അല്ല, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഭാഷ അങ്ങനെ വന്നു പോകും. അത് കുറച്ചുകൂടെ ശ്രദ്ധിച്ചാലൊക്കെ മാറാനുള്ളതേ ഉള്ളൂ. അതൊന്നും ഒരു മിസ്റ്റേക്ക് അല്ല കേട്ടോ. ഗംഭീരമായിട്ടാണ്, നല്ല വോയിസാണ്, നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പുതുമകൾ കണ്ടെത്താനുള്ള ഒരു ശ്രമമുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഗംഭീരമായിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ ഇനി ഇക്ക പറഞ്ഞ പോലെ ബിജു മേനോൻ ചേട്ടനെയും കൂടെ ഒന്ന് നമുക്ക് ട്രൈ ചെയ്യാം നെക്സ്റ്റ് ടൈം.